Hi friends, Namaskaram. Welcome to Rich's Creation. Be happy always. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഓണം സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. ഓക്കെ, ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ചെറുപയർ പരിപ്പ് 250 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിനി ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. നന്നായിട്ടൊരു 5 to 8 minutes നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നത് നിർത്താൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കൂ. നന്നായിട്ടൊന്ന് നല്ല മണം വരും. ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു സ്മെൽ പരിപ്പിൻ്റെ മണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കൂ. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സോ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ഈ ചെറുപയർ പരിപ്പ് പ്രഥമൻ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയായ പ്രഥമനാണ്. ഈ പായസം എന്നും പറയാം, പ്രഥമെന്നും പറയാം. പായസം വളരെ ഹെൽത്തി ആയതും കൂടെയാണ്. ചെറുപയർ പരിപ്പ്, വെല്ലം, തേങ്ങ ഇതെല്ലാം വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. വളരെ നല്ലതാണ്. നെയ്യെല്ലാം നമ്മൾ ചേർത്ത് ഉണ്ടാക്കുന്ന റെസിപ്പി അല്ലേ, പായസമല്ല. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. സോ എല്ലാവരും ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കൂ കുട്ടികൾക്ക്. നമുക്ക് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. ഓക്കെ, ഒരു 5 to 10 minutes നല്ലതായിട്ട് റോസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റി, നല്ല മണമായിട്ടുള്ള പായസം കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പറയണം. നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കൂ. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട്, നമ്മുടെ ചെറുപയർ നന്നായി വാഷ് ചെയ്ത ശേഷം ഒരു കുക്കറിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 2 വിസിൽ വിട്ടെടുക്കാം. നമുക്ക് 2 വിസിൽ വിട്ടെടുക്കൂ. ഈ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആൻഡ് ക്വിക്ക് ഡിഷാണ്. നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ഞാൻ തേങ്ങ കൊത്ത്, നല്ല ഒരു കൈപ്പിടി തേങ്ങ കൊത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ചെറുതായിട്ട് കോക്കനട്ട് ബിറ്റ്സ് വന്നിട്ട് മുറിച്ച് വെച്ചോളൂ. ലാസ്റ്റ് നെയ്യിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അതിലേക്ക് പായസത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. സോ നന്നായിട്ട് ചെറുതായിട്ട് തേങ്ങ കൊത്ത് മുറിച്ച് വെച്ചോളൂ. നോക്കൂ, ഞാൻ നന്നായിട്ട് വെന്തു ചെറുപയർ കുക്കറിന് ആറിയ ശേഷം കടായിലേക്ക്
ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. ഞാൻ ജാഗറി സിറപ്പ് 1/2 കിലോ വെല്ലം സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് സിറപ്പാണ് എൻ്റെ അടുത്തുള്ളത്. അത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. നോക്കൂ, 1.5 കപ്പ് ജാഗറി സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ. തേങ്ങാപ്പാൽ 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ 2ാം പാല് യൂസ് ചെയ്തിട്ടില്ല, 1ാം പാല് മാത്രം ആഡ് ചെയ്തിട്ട് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. 1.5 തേങ്ങ നന്നായിട്ട് ചിരകിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് തിളയ്ക്കട്ടെ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. സൈഡ് ബൈ സൈഡ് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 to 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തോളൂ. അതിലേക്ക് കോക്കനട്ട് ബിറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാകട്ടെ. ചൂടായ ശേഷം നമുക്ക് ആഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം. നോക്കൂ, തേങ്ങ ഒരു കൈപ്പിടി തേങ്ങ ഞാൻ കോക്കനട്ട് ബിറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പായസം. ഇനി നമുക്ക് തേങ്ങയുടെ പാൽ 2 കപ്പ് പാല് നല്ല തിക്ക് കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. മധുരം കറക്റ്റാണോ എന്ന് നോക്കിയതാണ്. കറക്റ്റായിട്ടുണ്ടാവും. ഈ റേഷ്യോയിൽ എല്ലാവരും ചെറുപയർ പരിപ്പ് പ്രഥമൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യൂ. സോ എൻ്റെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നോക്കൂ, നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ കൊത്തിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കൊത്തിയത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് പ്രഥമനിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ റെഡിയായി. നോക്കൂ, അതുപോലെ എല്ലാവരും ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ റെഡിയായി. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ. കീപ് സ്മൈലിംഗ്.